ഒരിക്കൽ ഒരു കുരുവി ഒരു നെൽവയലിൽ കൂടുകൂട്ടിയിരുന്നു. മുട്ട വിരിഞ്ഞ കുരുവി കുഞ്ഞുങ്ങൾ വളർന്നു വലുതായി വരുന്നതിനോടൊപ്പം തന്നെ നെല്ലും വിളഞ്ഞ് പാകമായി. ഒരു ദിവസം കുരുവി ഇര തേടി പോയപ്പോൾ കർഷകൻ അയാളുടെ മകനോടൊപ്പം വയലിലെത്തി. കർഷകൻ മകനോട് പറഞ്ഞു, നെല്ലെല്ലാം വിളഞ്ഞ് പാകമായിരിക്കുന്നു. നാളെ നമ്മുടെ സുഹൃത്തുക്കളെയെല്ലാം വിളിച്ച് ഇതെല്ലാം കൊയ്തെടുക്കണം. കുരുവിക്കുഞ്ഞുങ്ങൾ കർഷകൻ പറഞ്ഞത് കേട്ടു. പിറ്റേന്ന് കർഷകൻ നെല്ല് കൊയ്യുവാൻ വരികയാണെങ്കിൽ തങ്ങളെ അവർ കണ്ടെത്തിയേക്കുമെന്നും പിടിച്ചുകൊണ്ടു പോയേക്കുമെന്നും അവർ ഭയന്നു. അമ്മ കുരുവി മടങ്ങി വന്നപ്പോൾ കുഞ്ഞു കുരുവികൾ തങ്ങളുടെ ആവലാതി അവളോട് പറഞ്ഞു. ഇത് കേട്ട അമ്മ കുരുവി പറഞ്ഞു, സുഹൃത്തുക്കളെ വിളിച്ച് നെല്ല് കൊയ്യാമെന്നല്ലേ കർഷകൻ പറഞ്ഞത്? എന്തായാലും അവർ ഉടനെയൊന്നും നെല്ല് കൊയ്യാൻ പോകുന്നില്ല. നിങ്ങൾ സമാധാനമായിരിക്കൂ കുട്ടികളെ. ഏതാനും ദിവസങ്ങൾ കടന്നുപോയി. പക്ഷെ നെല്ല് കൊയ്യുവാൻ ആരും വന്നില്ല. കർഷകനും മകനും വീണ്ടും വയലിലെത്തി. കർഷകൻ മകനോട് പറഞ്ഞു, നാളെ നമുക്ക് നമ്മുടെ അയൽവാസികളെ വിളിച്ച് എന്തായാലും നെല്ല് കൊയ്യണം. ഇല്ലെങ്കിൽ നെല്ല് കുറെ നഷ്ടപ്പെട്ടേക്കും. ഇത് കേട്ട കുഞ്ഞു കുരുവികൾ ഇര തേടാൻ പോയ അമ്മ കുരുവി മടങ്ങി വന്നപ്പോൾ വീണ്ടും ആവലാതി പറഞ്ഞു. അയൽവാസികൾ വന്നിട്ട് നെല്ല് കൊയ്യാമെന്നല്ലേ കർഷകൻ പറഞ്ഞത്? നാളെയും അവർ നെല്ല് കൊയ്യാൻ പോകുന്നില്ല. അമ്മ കുരുവി അവരെ വീണ്ടും സമാധാനിപ്പിച്ചു. പിറ്റേന്നും നെല്ല് കൊയ്യുവാൻ ആരും വന്നില്ല. അല്പ ദിവസങ്ങൾ കൂടി കഴിഞ്ഞുപോയി. കർഷകനും മകനും വീണ്ടും വയലിലെത്തി. നെല്ലെന്തായാലും ഉടനെ കൊയ്തേ പറ്റൂ. നമുക്ക് നമ്മുടെ കുടുംബക്കാരെ എല്ലാം വിളിക്കണം. അവരുടെ സഹായം കൊണ്ട് വേണം നമുക്ക് നെല്ല് കൊയ്യാൻ, കർഷകൻ പറഞ്ഞു. അന്നും അമ്മക്കുരുവി ഇര തേടി മടങ്ങിയെത്തിയപ്പോൾ കുഞ്ഞു കുരുവികൾ ആവലാതി പറഞ്ഞു. നെല്ല് കൊയ്യുവാൻ ആരും വരികയില്ലെന്നും തങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ലെന്നും കുഞ്ഞു കുരുവികളെ അമ്മക്കുരുവി പറഞ്ഞാശ്വസിപ്പിച്ചു. അല്പ ദിവസങ്ങൾ കൂടി കടന്നുപോയി. അപ്പോഴേക്കും കുഞ്ഞിക്കുരുവികൾ കൂടുതൽ വലുതാവുകയും അവരുടെ ചിറകുകൾക്ക് ശക്തി വരികയും ചെയ്തിരുന്നു. കർഷകനും മകനും വീണ്ടും വയലിലെത്തി. കർഷകൻ മകനോട് പറഞ്ഞു, ഇനി ആരെയും കാത്തു നിന്നിട്ട് കാര്യമില്ല. നാളെ നമുക്ക് തന്നെ നെല്ലെല്ലാം കൊയ്തെടുക്കണം. അന്നും അമ്മക്കുരുവി മടങ്ങി വന്നപ്പോൾ കുഞ്ഞിക്കുരുവികൾ നടന്നതെല്ലാം വിവരിച്ചു. പക്ഷേ ഇത്തവണ അമ്മക്കുരുവി കുട്ടികളോട് പറഞ്ഞു, കർഷകനും മകനും സ്വയം നെല്ല് കൊയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നെല്ല് നാളെ തന്നെ അവർ കൊയ്യുമെന്നാണ്. മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിക്കാതെ നമ്മൾ തന്നെ ഒരു ജോലി ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ പിന്നീട് ആ ജോലി ചെയ്യുവാൻ വളരെ കാലതാമസം ഉണ്ടാവുകയില്ല. നമുക്ക് ഉടനെ തന്നെ ഈ കൂട് വിട്ട് പോകണം. പിറ്റേന്ന് രാവിലെ തന്നെ അമ്മക്കുരുവി പറഞ്ഞതുപോലെ കർഷകനും മകനും നെല്ല് കൊയ്യുവാൻ എത്തി. അവർ കുരുവിയുടെ കൂട് കണ്ടെത്തുന്നതിനു മുൻപ് തന്നെ അമ്മക്കുരുവിയും മക്കളും ആകാശത്തേക്ക് പറന്നുയർന്നിരുന്നു.